ഫുൾ ആരാ ഇതാ ഒറ്റയ്ക്ക് ചെയ്തേ ഗൈസ്. ഹൈ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിത് ബാഗ് ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇതെനിക്ക് ബസ്സിന് വേണ്ടിയിട്ട് ചില്ലറയാണ് ഗൈസ്. അപ്പം നമ്മൾ ഓൾ സെറ്റാണ്. സോ ഞാൻ എപ്പോഴും കണ്ണാടി എടുക്കാൻ വേണ്ടി മറക്കും ഗൈസ്. ഇത്തവണ നമ്മൾ കണ്ണാടി എടുത്തിട്ടുണ്ട്. നമുക്കപ്പം പോകാം ഗൈസ്. ആദ്യത്തെ ബസ്സിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വൈക്കത്ത് സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ബസ് വരുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ സൈഡിലേക്ക് നോക്കിയപ്പോൾ തറച്ച ആൾക്കാർ ടെൻഷൻ അടിച്ചായിരുന്നു ഗൈസ്. സീറ്റ് കിട്ടുമോ. അവസാനം ആദ്യത്തെ ബസ്സിൽ കയറാണ്ട് രണ്ടാമത്തെ ബസ്സിൽ പോയി സംഭവം എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ ഇല്ല ഗൈസ്, നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ ഇരുന്നു. ഇന്ന് നല്ല പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിലിങ്ങനെ പാട്ടൊക്കെ കേട്ടോണം. പഴയ മലയാളം പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നല്ല കിടുക്കൻ യാത്രയായിരുന്നു. നല്ല ഉറക്കമൊക്കെ ഉറങ്ങി, സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ അതെ കയറി ഒരു വട കഴിക്കാൻ നോർത്തു ഗൈസ്. ഒരു വട ക്രിസ്പി വട ഗൈസ്. അങ്ങനെ ക്ഷണിച്ചിരിക്കുന്ന എൻ്റെ ബാഗ് ഗൈസ്. ഞാൻ റൂമിലെത്തി ഭയങ്കര ഐശ്വര്യം ഗൈസ്. കറണ്ടില്ല, ഒരു തുള്ളി കറണ്ടല്ല. രാത്രി ഫോൺ കുത്തി വെക്കണം. ഞാൻ ഫോൺ കുത്തി വെച്ചില്ല, എൻ്റെ അഹങ്കാരം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാവുമല്ലോ, 10 മണിക്ക് പോയാൽ പോരെ ക്ലാസ്സിൽ, അപ്പോൾ 1 മണിക്കൂർ സമയമുണ്ടല്ലോ, ഇവിടെ കുത്തിരാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചമ്മിപ്പോയില്ലേ. അതുപോലെ തന്നെ എനിക്ക് അഹങ്കാരം. ബസ്സിൽ നിന്ന് ഞാൻ കുറേ നേരം കൂടി കുറച്ചുകൂടി ഉപയോഗിച്ചു. ഇപ്പോൾ ആകെ 10% എനിക്കുള്ളൂ. അപ്പോൾ അതെ യൂണിഫോമൊക്കെ ഇട്ട് ഒരുങ്ങി. നമുക്ക് ഇൻ്റർണൽ എക്സാം ഉണ്ട്, 2 എണ്ണം ഉണ്ട് ഒരു ദിവസത്തിൽ. അപ്പം 2 ദിവസം കൊണ്ട് തീരുമാനിക്കെല്ലാം. അപ്പോൾ ഇന്ന് നമുക്കിനി വൈറ്റ് പേപ്പർ മേടിക്കണം, എന്ന് വെച്ചാൽ A4 മേടിക്കണം. എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ കയറേണ്ടത്. ഇപ്പോൾ സമയം 45 കഴിഞ്ഞേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ അറ്റപ്പറ്റ സമയം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ എടുത്തിട്ട് പോകാം. ചാർജർ എടുത്ത് ഇവിടെ ഗൈസ് വീട്ടിൽ ചെന്നിട്ട് ചാർജർ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയ പോലെ തന്നെ വെച്ചേക്കാന്ന്. നമുക്ക് ചാർജർ എടുത്തിട്ട് പോകട്ടോ ഗൈസ്. ചാർജർ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ എവിടെയെങ്കിലും കുത്തിയിടെങ്കിലും ചെയ്യാം. എൻ്റെ കണ്ണാടി ഉണ്ടോ ഗൈസ്? ക്യൂട്ടല്ലേ? വാപ്പി ചോർന്ന് എൻ്റെ കണ്ണാടി കുളത്തിലാവും എന്നൊക്കെ പറയാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഇന്റൽ ബേസ് കഴിഞ്ഞൊക്കെയാണ്. വ്ളോഗിൽ ആഡ് ചെയ്യോ? പറയ് ഗൈസ്, നോക്കൂ ഗൈസ്, ടാലന്റ് വെക്കൂ. കണ്ടോ, ഇത് ഫുൾ ആരാ ഇതാ ഒറ്റയ്ക്ക് ചെയ്തേ ഗൈസ്. എല്ലാവരും എനിക്ക് ഓർഡർ തരണം. ബാഗിന്റെ കാണിക്കേ. സ്പൈഡർമാൻ ഇത് കൊള്ളാട്ടാ, നൈസ് ആയിട്ടുണ്ട് അല്ലേ? എഴുതി പഠിക്കാം. എല്ലാരും ഉണ്ട്. അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ഗൈസ്. പറ ചാനലിന്റെ പേര് പറ. ഇവിടെ അടിച്ചാൽ മതി, എനിക്ക് തന്നെ അറിയില്ല സംഭവം. ഫുള്ള് കോപ്പി അടിയായിരുന്നു ഗൈസ്. ഇവിടെ ആദ്യത്തെ എക്സാമിന് എല്ലാരും കോപ്പി അടിച്ചു. ഫുള്ള് കോപ്പി അടിയായിരുന്നു. ഞാൻ ഇവിടെ ബിറ്റ് എഴുതണമെന്ന് പറഞ്ഞിട്ട് എല്ലാരും കോപ്പി. ഇല്ലല്ലോ, ഇവള് കോപ്പി അടിച്ചു. ഇവള് പഠിച്ചെഴുതിയ ഇവള് പഠിച്ചു. ഇവള് ഫുള്ള് കോപ്പി അടി. കോപ്പി അടി കണ്ടുപിടിച്ചത് ക്ലാസ്സിൽ എല്ലാരും ഈ കുട്ടിയൊക്കെ കോപ്പി അടി. ഈ കുട്ടനും മിസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. കലാപരമായിട്ട് എന്തോ ചെയ്യുകയാണ്. 2 ഉണ്ട കണ്ണ്, പിന്നെ ഒരിങ്ങനെ വഴുതിരിങ്ങി പോയിട്ട് മൂക്ക്, പിന്നെ ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ചിരി.
എന്നിട്ട് പല്ല് വരയ്ക്കണം. പല്ലല്ല പല്ല് വേണം, വലിയ പല്ല് കണ്ടോ. 1 2 5 ഇരിക്കട്ടെ. കുറേ പല്ല് വേണം. 32 വരയ്ക്കാൻ സ്ഥലമില്ല, എന്നാലും വേണം. പിരികെന്ന് പറഞ്ഞാൽ നല്ല കട്ടി പിരികായിരിക്കണം. അത് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെ കളർ ചെയ്തെടുക്കണം. എന്നിട്ടൊരു ആനപ്പൊട്ട്. ഈ മുഖച്ചായ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ആനപ്പൊട്ട് പിരികത്തിന് മേളിൽ നിൽക്കണം, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ നല്ല ഉണ്ട മുഖം, വലിയ ചെവി കൊടുക്കണം, എന്നാലേ മീഡിയയിൽ വരാനുള്ള ചാൻസ് ഉള്ളൂ. സിനിമ നടിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ വലിയ ചെവി വേണം. ഇതേപോലത്തെ വലിയ ചെവി വേണം. അല്ല, എൻ്റെ ചെവി കുഞ്ഞത്രേ ഉള്ളൂ. ഇത്ര നോക്ക്, എൻ്റെ ചെവി ഇത്ര ഉള്ളൂ. ചുമ്മാ അതിനെക്കാളും വലുതാ. ഞാൻ കാണിച്ചത് നോക്ക് കണ്ടോ, ഇത്രയും വലുതാ കണ്ടോ. ഇത്ര ഉണ്ട്. മത്തങ്ങ പോലത്തെ ചെവി. എന്റെ ചെവി വലുതാക്കി കാണിക്കുന്നു. കൈയും കാലൊക്കെ ഉണ്ട്. ഇനി കൈയും കാലില്ലേ വലിയത്തെ ഉണ്ട, മുടി ഉണ്ട കെട്ടിയിരിക്കുന്നു. ഉണ്ട അറിയാൻ പാടില്ലേ? ഉണ്ട കെട്ടി വെക്കാറുന്നില്ലേ? ഇതിന്റെ കണ്ണും മൂക്കൊക്കെ ഏകദേശം നമ്മുടെ ഖദീജ പോലെ. കണ്ണ് കയറാണ്ടല്ലോ. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ ലേഡി. സ്വന്തമായിട്ട് പറയുക, ആരും പറയണ്ട. വെള്ളമൊന്നും വേണ്ട. ആരൊക്കെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇതാട്ടോ നമ്മുടെ കോളേജിലെ മൂഡ് കോട്ട്. ഇവിടെ ഇന്ന് മൈമിൻ്റെ പ്രാക്ടീസ് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്ങനെ ഞാൻ റൂമിലെത്തി. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗസ് ചൂട്, ഭയാനക ചൂട്. എനക്കാണെങ്കിൽ ഈ ബെഡ് കൊണ്ടിട്ട് കുഞ്ഞു ദേഷ്യം വരെ ഉമ്മിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉമ്മ എടുത്ത് മാറ്റിയൊക്കെ ഇട്ട് തന്നേനെ. ഇതിപ്പോൾ ഞാൻ തന്നെ എല്ലാം ഒതുക്കി ഇടണം ഗൈസ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ഇവിടെ കിടക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കൂട്ടും കടലയുമാണ് ഗൈസ് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തണുത്ത വെള്ളം നമുക്ക് കഴിക്കാം. ആദ്യം കുറച്ച് കറി ഗൈസ്. ഞാൻ അച്ചാറ് കഴിക്കും അതിൻ്റെ കൂടെ. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കുണ്ടല്ലോ ഈ മൂക്കുത്തിയുടെ ഇവിടെ ചെറിയൊരു ഇച്ചിനെസ് ഉണ്ടായത്. ആ തുള ഇങ്ങനെ വലുതായിരുന്നല്ലോ, അപ്പോൾ അതിങ്ങനെ ചെറുതാകുന്നതിൻ്റെതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അറിയില്ല ഗൈസ്. എനിക്കൊരു ചെറിയൊരു പൗഡർ പോലത്തൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതണ്ട ഇതെന്താണെന്ന് പറയുക, ഇതൊരു എന്താണ് നിയോമൈസിൻ സൾഫേറ്റ്, പോളിമൈസിൻ ബി സൾഫേറ്റ് ആൻഡ് ബാക്ടീരിയസിൻ സിങ്ക് പൗഡർ ആട്ടോ. ഇത് ഞാനിവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. സോ ഐച്ചീനസ് കുറച്ചല്ല നല്ലപോലെ കുറയും. ഐസ് എനിക്ക് തന്നത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഞാൻ ഇനി കിടന്നുറങ്ങത്തില്ല. കുറച്ച് നേരം സിനിമ കണ്ടോണ്ടിരിക്കും ഗൈസ്. എൻ്റെ ഇടക്ക് വെച്ചിട്ടൊന്നും ഉറങ്ങിയില്ല. നമ്മൾ കിടക്കാതെ പറഞ്ഞ് കിടന്നില്ല. നല്ല ഉറക്കം ഉറങ്ങി ഗൈസ്. നാളെ നമുക്ക് ഇന്നത്തെ പോലെ തന്നെ ഇൻറ്റേർണൽ പരീക്ഷയുണ്ട്. പക്ഷേ ക്ലാസ്സിലത്തെ നല്ല 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 ഗുണവും നല്ല ഇതായത് കൊണ്ടും വളരെ അച്ചടക്കവും ഒതുക്കവും ഉള്ളൊരു ക്ലാസ് ആയതുകൊണ്ട് നാളെ അതുപോലെ കോപ്പിടിച്ചെഴുതാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുത്താനോ സമ്മതിക്കുമോ എന്നെനിക്കറിയാൻ പാടില്ല ഗൈസ്. അറിഞ്ഞൂടാ. എനിവേയ്സ്, നാളത്തെ കാര്യം നാളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലും നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നാളത്തേക്ക്. ഞാനത് എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടും കിടക്കുമായിരിക്കും. അപ്പോൾ അതാണത്. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.